ത്രില്ലർ സിനിമയെ അനുസ്മരിക്കുന്ന രീതിയിലാണ് 2024 ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്നത്. ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് ആദ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കരുതിയിരുന്നത് BJP അധികാരത്തിൽ വരും. കാര്യം അതിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. NDA ഒരു 400 സീറ്റ് വരെ അടിക്കുമെന്നായിരുന്നു. പക്ഷെ അത് മുമ്പോട്ട് പോയ ടൈമിൽ, കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ട് പോയ ടൈമിൽ പെട്ടെന്ന് കോൺഗ്രസ് നിൽക്കുന്ന ഇന്ത്യ മുന്നണി പെട്ടെന്ന് ഒരു കുതിച്ചാട്ടം നടത്തി. അത് ഏകദേശം ഒരു 300 സീറ്റിലോട്ട് അടുത്തു. 300 സീറ്റിലോട്ട് വളരെ പെട്ടെന്ന് ഒരു കുതിച്ചാട്ടമായിരുന്നു. അത് വന്ന സമയത്ത് എല്ലാവരും ഞെട്ടി. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി വരെ ബാക്കിലോട്ട് പോയി. മോദി നിൽക്കുന്ന മണ്ഡലത്തിൽ മോദി വരെ ബാക്കിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആ ഒരു ടൈമില് മീൻസ് എല്ലാ കോൺഗ്രസ്സുകാരും, പ്രത്യേകിച്ച് നോർത്തിലാണെങ്കിലും രാജസ്ഥാൻ, അതേപോലെ തന്നെ കർണാടക ആ ഒരു റീജിയനിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും നല്ലൊരു കുതിച്ചാട്ടമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമില് എല്ലാവരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. കാര്യം BJP ഒരു 200 സീറ്റിനും താഴെയായിരുന്നു. പെട്ടെന്ന് അതിന്റെ ഒരു അവസാന ലാപ്പിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ പറയുന്ന 298 അല്ലെങ്കിൽ ആ ഒരു 300 അടുപ്പിച്ച് വരുന്ന സംഖ്യയിൽ നിന്ന് ഇന്ത്യ മുന്നണി നേരെ 190 ആ ഒരു റീജിയനിലോട്ട് എത്തി. അതേപോലെ തന്നെ നമ്മുടെ NDA മുന്നണി, BJP നിൽക്കുന്ന NDA മുന്നണി നോർമലി വിജയിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. നേരെ തല തിരിഞ്ഞു വന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇത്ര പെട്ടെന്ന് ഇത്ര വോട്ട് ഷിഫ്റ്റിംഗ് എങ്ങനെ നടന്നു എന്ന് പറഞ്ഞൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് തോന്നിയ സമയത്ത് പോലും നമുക്കത് പറയാനോ എടുക്കാനോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം നോർമലി ജനാധിപത്യമാണ്, അത്രയ്ക്കൊന്നും തിരിമറിയൊന്നും നടത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം മുമ്പോട്ട് വന്ന ടൈമില് രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ ടൈം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഇത് ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്, ഇതിനകത്ത് വ്യാപകമായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്, കള്ളത്തരങ്ങളുണ്ട്, കള്ള വോട്ടുകളുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റില് ഐഡന്റിറ്റി തുടങ്ങി എല്ലാ കാര്യത്തിലും തിരിമറി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പരാതികൾ കൊടുത്തു, അവിടുത്തെ റിപ്പോർട്ടുകൾ എടുത്തു. പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും പപ്പുമോന്റെ ഒരു ഇതെന്ന രീതിയിലോട്ട് അവര് സ്ഥിരം ചെയ്യുന്ന ഒരു ക്ലീശ ഡയലോഗുകൾ അടിച്ചു. അത് എല്ലാവരും ഏറ്റു പറഞ്ഞു. സാധാരണക്കാരും അതേപോലെ തന്നെ BJP-ക്കാരും അത് പറഞ്ഞു. തോറ്റയിൽ വിരളി പൂണ്ട് പപ്പുമോൻ ചെയ്യുന്ന അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷെ അദ്ദേഹം ഇതൊന്നും കേട്ട് തളർന്നില്ല. അദ്ദേഹം പൊളിറ്റിക്കലി ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എടുത്തിട്ട് കഴിഞ്ഞ 1.5 വർഷം, ഏകദേശം ഒരു വർഷം കഴിഞ്ഞു, 1.5 വർഷം ആവാറായി. ഇത്രയും സമയം അദ്ദേഹം ഇതിന് പുറകെ നിന്ന് കൃത്യമായിട്ടുള്ള കണക്കുകൾ ശേഖരിച്ച് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം വളരെ ചങ്കൂറ്റത്തോടുകൂടി കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് ഏകദേശം ഒരു 1.25-1.5 മണിക്കൂർ നീണ്ട പ്രസ് കോൺഫറൻസിൽ കൂടെ, അതായത് ഒരു മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് കൃത്യമായി കണക്കുകൾ കാണിച്ച് തെളിവുകൾ കാണിച്ചിട്ട് അദ്ദേഹം കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിവെക്കുന്ന രീതിയിൽ എല്ലാവരെയും തുറന്നു കാണിച്ചു. അപ്പൊ അതിനകത്തിൽ നമ്മൾ വളരെ ശ്രദ്ധേയകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വോട്ടറിന് 3-4 സ്റ്റേറ്റിൽ, കർണാടക, അതേപോലെ തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ 3-4 സ്റ്റേറ്റിൽ ഒരു വോട്ടർ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും 2 ബൂത്തിലോ അതേപോലെ തന്നെ 2 ജില്ലയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇടയ്ക്കൊക്കെ അത് പിടിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്റ്റേറ്റിൽ തന്നെ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്, പല പല സ്റ്റേറ്റിൽ തന്നെ ഇത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു എന്നറിയത്തില്ല. അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ അഡ്രസ്സിൽ ഏകദേശം 80ഓളം വോട്ട് ഒരു ബിൽഡിങ്ങിന്റെ അഡ്രസ്സിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏകദേശം ഏതോ ഒരു ബാറിന്റെ അഡ്രസ്സിലെങ്ങാണ്ട് മഹാരാഷ്ട്രയില് ഏകദേശം 40 വോട്ട് ഒരു ബാറിന്റെ അഡ്രസ്സിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ സിമിലാരിറ്റി ഉള്ള ഒരുപാട് കേസുകൾ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ഒരു മണ്ഡലത്തിൽ 1,00,000 കൂടുതൽ, അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിലല്ല, ഏകദേശം 2-3 നിയോജക മണ്ഡലം ചേരുന്നതാണ്, അല്ലെങ്കിൽ 4-5 നിയോജക മണ്ഡലം ചേരുന്നിടത്താണ് ഒരു ലോക്സഭാ മണ്ഡലം വരുന്നത്. അപ്പൊ ആ നിയോജക മണ്ഡലത്തിൽ തന്നെ 1,00,000-ൽ പരം കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ അവസാന നിമിഷം വന്ന ഈ വോട്ടുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കള്ളത്തരത്തിൽ അവര് ഇലക്ട്രോണിക്
യന്ത്രങ്ങളിലോ അല്ലെങ്കിൽ അല്ലാതെയോ നടത്തിയ കള്ളത്തരങ്ങളിൽ കൂടെയുള്ള വോട്ടുകളാണ് അവസാന നിമിഷം റിസൾട്ടിലുണ്ടായ ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തത്. അതായത് തിരിഞ്ഞു നിന്ന BJP-യെ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് ഇപ്പോ പകൽ പോലെ എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. ഇതിനെതിരെ ഒന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല, അത് വേറൊരു സത്യം. അതെന്തേലും ആയിക്കോട്ടെ, കാര്യം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ എല്ലാം തേച്ച് മായ്ച്ച് കളയാൻ സിസ്റ്റം മൊത്തം ഫെയിലിയർ ആണ്. സിസ്റ്റം മൊത്തം അവർ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടേക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുള്ളൂ എന്ന് തന്നെ പറയാം. വീണ്ടും അദ്ദേഹത്തെ കളിയാക്കാൻ കുറെ പേരുള്ളതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ ക്രമക്കേടുകൾ അത് കേരളത്തിലൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രത്തോളം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കേരളത്തിൽ ഒരു MP ഉണ്ടായതിനകത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോന്നും ഇപ്പൊ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് കർണാടകയിൽ വരെ ഈ ഒരു പ്രശ്നം ഉണ്ടായി. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് പോലും ഇങ്ങനൊരു ഇതുണ്ടായിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തിന്റെ ഒരു അവസ്ഥ എന്താകും എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഏകദേശം 1 ലക്ഷത്തോളം വോട്ടിന്റെ ഒന്ന് രണ്ട് 3 ലക്ഷത്തോളം വരുന്ന വോട്ടിന്റെ ക്രമക്കേടാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അതേപോലെ തന്നെ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും വെച്ച് തന്നിട്ടുണ്ട്. അവസാന നിമിഷം ഇത് ഏറ്റവും കൂടുതലും വന്നിട്ടുള്ള ഒരു 30-40 മണ്ഡലങ്ങളിലെ ഷിഫ്റ്റ് ആണ് ഭരണം തന്നെ മാറ്റിമറിച്ചത്. അത് മെയിൻ ആയിട്ടൊരു കാര്യം. പിന്നെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, ഏകദേശം ഈ വോട്ടിംഗ് പെർസെന്റേജ് ഒരു 5 മണിക്ക് ശേഷം അങ്ങനെ പൊതുവെ വലിയ ഇതൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ മണ്ഡലങ്ങളിൽ എല്ലാം ഒരു 5 മണിക്ക് ശേഷം വളരെ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് വോട്ടിംഗ് പെർസെന്റേജിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പൊ ഒരു 60, 62 അല്ല 65 കിടക്കേണ്ട ആ ഒരു വോട്ടിംഗ് പെർസെന്റേജ് പെട്ടെന്ന് ഒരു 10% മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു ടൈമിൽ വന്നിരിക്കുന്നത്. അതപ്പോ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതിനൊരു നോട്ട് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ലിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള ഒരു സഹകരണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കത് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ കമ്മീഷൻ വരെ ഈ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾ തെളിവ് കൊണ്ട് കാണിക്കും. പക്ഷെ അദ്ദേഹം കൊണ്ട് കാണിച്ച തെളിവുകൾ ID കാർഡ്, ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ID കാർഡ്, വോട്ടേഴ്സ് ലിസ്റ്റ് അതും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നത്, അതേപോലെ തന്നെ വോട്ട് ചെയ്തവർ ലിസ്റ്റ് അതും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നത്. ഇത് ഇത്രയും ലിസ്റ്റ് എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത്. അതായത് അവര് തന്നെ പുറത്തുവിട്ട ലിസ്റ്റിനും അവര് തന്നെ പുറത്തുവിട്ട പെർസെന്റേജിനും വോട്ട് ചെയ്ത പെർസെന്റേജിന്റെ ഒക്കെ സാധനം എടുത്തു വെച്ചിട്ടാണ് ഇവർക്ക് മുന്നിൽ വന്നിട്ട് അദ്ദേഹം ഇത്രയും സംസാരിച്ചു. ഒരു മനുഷ്യൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് അവരുടെ തന്നെ ഡേറ്റ വെച്ചിട്ട് അവരെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നിട്ട് സത്യമല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ അധപതനമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യക്കാരുടെ അധപതനം. ഇന്ത്യക്കാര് ഇനിയും ഈ ഒരു കാര്യം ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നമ്മളെ ഏറ്റവും അഭിമാനത്തോട് പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്ന സാധനം, ജനാധിപത്യം എന്ന് പറയുന്നത് നശിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്ത് കോപ്രായം കാണിച്ചാലും എന്ത് തെറ്റ് കാണിച്ചാലും അതിനെയെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുക എന്നൊരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ നിൽക്കുന്നത്. അത് വല്ലാത്തൊരു ഒരു മോശാവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പറ്റുമെങ്കിൽ പ്രതികരിക്കാൻ ഈ ഒരു വിഷയം കാണാനും കേൾക്കാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയേണ്ട ഏറ്റവും മെയിനായിട്ടൊരു കാര്യം ഇതാണ്. പിന്നെ ഈ അവസാന നിമിഷം വന്ന വോട്ടിംഗ് പെർസെന്റേജ് കൂടിയതിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും പെട്ടെന്ന് അവസാന നിമിഷം ഈ ഒരു ഷിഫ്റ്റിംഗ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഈ കണക്കെടുപ്പ് വന്ന് ഏകദേശം 6 മണി 7 മണി 8 മണി പിറ്റേ ദിവസമാണ് കൃത്യമായിട്ട് പെർസെന്റേജ് ആ ഒരു ടൈമിലൊക്കെ വെളി വന്നത്. അപ്പൊ ആ ഒരു ദിവസം മൊത്തം അവർക്ക് കിട്ടി, അവർ കൃത്യമായിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഇനി പറയാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ കുറെ ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം റെഫർ ചെയ്ത് ബാക്കി ഒരു നല്ല വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ വരും. പക്ഷെ ഇപ്പൊ ഇതിനെപ്പറ്റി ഉടനെ തന്നെ സംസാരിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനും ഇദ്ദേഹത്തെ ഇപ്പൊ പപ്പുമോന്റെ ഡയലോഗ് എന്ന് പറഞ്ഞ് കളിയാക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇപ്പൊ പുറകെ വരും. അപ്പൊ അതിന് ദയവ് ചെയ്ത്
ഇപ്പോഴെങ്കിലും ആ മനുഷ്യനെ ഒന്ന് കേൾക്കാനും, ഈ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്ന് ആൾക്കാരെ കേട്ട അനുഭവം ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷമൊന്നും ഒരു നേതാവും ഒരു രാഷ്ട്രീയക്കാരനും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഐഡിയോളജി, അദ്ദേഹത്തിന്റെ വിഷൻ, കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആണ്. ഞാൻ ഒരിക്കലും കോൺഗ്രസ് എന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഈ സംസാരിക്കുന്നത്. ആ ഒരു മനുഷ്യൻ അത്രയും ഒരു സൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്, ഇൻസൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ വളരെ പോസിറ്റീവാണ്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് ഇനിയെങ്കിലും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും മുമ്പോട്ട് പോകാനും നമ്മൾ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം നമ്മുടെ രാജ്യത്തിന് ഇത്രയും നാളും ഉണ്ടായിരുന്ന അന്തസ്സും കാര്യങ്ങളും എല്ലാം ചുരുട്ടി കൂട്ടി വെച്ചിട്ട് അവരെന്തും കാണിച്ചോട്ടെ, ഇവിടുത്തെ യുവാക്കളൊക്കെ വെളിയിൽ പോയിക്കോട്ടെ, ബാക്കി വരുന്ന നമുക്ക് കുറെ ഹിന്ദുയിസത്തിന്റെ കഥയും കാര്യങ്ങളും പഴയ ചരിത്രവും ഛത്രപതി ശിവജിയുടെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ നാല് കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ അത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വീണ്ടും എത്തുന്നതായിരിക്കും. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.